ബന്ദിമോചനത്തിന് മന്ത്രിസഭയിലെ ഒരു വിഭാഗം തടസ്സം നിൽക്കുന്നത് പ്രതിഷേധാർഹമെന്ന് ബന്ധുക്കൾ. ഇസ്രായേൽ വിരുദ്ധ വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ രാജി കൈമാറുമെന്ന് ജൂത പവർ പാർട്ടി നേതാവും മന്ത്രിയുമായ ബെൻ ഗവർ പ്രഖ്യാപിച്ചു. 33 ബന്ദികളുടെ പട്ടിക ലഭിക്കാതെ വെടിനിർത്തൽ കരാർ നടപടി ആരംഭിക്കില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. അതിനിടെ ടെലവീവിൽ ഫലസ്തീൻ പോരാളിയുടെ കുത്തേറ്റ് ഇസ്രായേൽ യുവാവ് കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി MC നാസർ ചേരുകയാണ്. നാസർ, ഇനിയൊരു രാത്രി പുലരേണ്ട ഒരു സമയം മാത്രമേയുള്ളൂ. നാളെ പ്രാദേശിക സമയം 8:30 മുതൽ വെടിനിർത്തൽ നടപ്പാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ ബെൻ ഗവർ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ രാജി കൈമാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ നിലകൊള്ളുന്നു എന്നതാണ്. അപ്പോൾ നെതന്യാഹുവിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? മോചിപ്പിക്കുന്ന ബന്ദികളുടെ വിവരങ്ങൾ കൈമാറാതെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും നെതന്യാഹു? ദിവ്യ, തീർച്ചയായിട്ടും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അമേരിക്കയുടെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാറിൽ നിന്ന് പിറകോട്ട് പോകാൻ ഇനി നെതന്യാഹുവിന് സാധിക്കുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമ്പൂർണ്ണ മന്ത്രിസഭ യോഗം ചേരുകയും ഈ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബെൻ ഗവറും സ്മോട്രിക് ഉൾപ്പെടെ 6 മന്ത്രിമാർ ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും തകർച്ച ചെയ്യും, അതിനെ പൂർണ്ണമായിട്ട് തുരത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പിന്നിട്ട 15 മാസങ്ങളായിട്ട് നാം യുദ്ധം നയിച്ചത്. പക്ഷേ ആ യുദ്ധത്തിലൊടുവിൽ ഹമാസുമായി ഒരു കൈകോർക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഇസ്രായേലിൻ്റെ പൊതു താല്പര്യങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കും. ബന്ദികളുടെ മോചനം എന്നത് ഒരു പ്രധാന അജണ്ട തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വവും ഇസ്രായേലിൻ്റെ ഭാവിയും തകരാറിലാക്കുന്ന ഈ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ബെൻ ഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ തനിക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്ന് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം 33 ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ഈ ബന്ദികളുടെ പൂർണ്ണമായിട്ടുള്ള പട്ടിക ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കരാറുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഏറ്റവും അവസാനം ഇപ്പോൾ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും അതോടൊപ്പം തന്നെ ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് രാത്രി വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഹമാസ് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. പക്ഷേ അതേസമയം ഈ ആക്രമണം വലിയ തോതിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജീവനോടെയുള്ള ബന്ദികൾ ആരൊക്കെയൊന്നും അവരെ എവിടെയൊക്കെ ആണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചില സാങ്കേതിക തടസ്സം മാത്രമാണ് ഉള്ളത്. അത് നാളെ ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാകുന്നതോടുകൂടി തന്നെ പൂർണ്ണമായിട്ടുള്ള ചിത്രം കൈമാറാം, പൂർണ്ണമായിട്ടുള്ള പട്ടിക കൈമാറാം എന്നുകൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കരാറിന് വിരുദ്ധമായിട്ടുള്ള ഈ കരാർ നടപ്പാക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഓരോ ഉടക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കരാറിൽ നിന്ന് അല്ലെങ്കിൽ താൻ അകപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര സമ്മർദ്ദത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയാണ് നെതന്യാഹു ഇപ്പോൾ പോലും ശ്രമങ്ങൾ തുടരുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഗസയിൽ നടത്തിയതും ഒരുപക്ഷെ ഹമാസിനെ കൊണ്ട് ഈ കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം ഒരു നടപടി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും കരാർ ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ നാളെ കാലത്ത് പ്രാദേശിക സമയം 8:30 മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. തെലവീവിൽ ഈ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോചിപ്പിക്കപ്പെടുന്ന തടവുകാർക്ക് വേണ്ടി അവരെ വിട്ടയക്കാനുള്ള നടപടിക്രമങ്ങൾ ഇസ്രായേൽ ജയിലുകൾ കേന്ദ്രീകരിച്ചും പുരോഗമിക്കുകയാണ്. ദിവ്യ, നാസർ, ആദ്യഘട്ടത്തിൽ എത്രത്തോളം ബന്ദികളെയാണ് രണ്ട് വിഭാഗം ഇസ്രായേലും ഹമാസും പരസ്പരം കൈമാറുക? 33 ബന്ദികളെ കൈമാറാമെന്നാണ് ഇസ്രായേൽ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 98 ബന്ദികളാണ് ഇപ്പോൾ തങ്ങളുടെ കൈവശമുള്ളത് എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിരിക്കുന്നത്. 100-ലേറെ ബന്ദികൾ ഉണ്ട് എന്നൊരു വാദം ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ ചില ബന്ദികൾ നേരത്തെ ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാര്യവും അവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൈമാറാമെന്നുകൂടി ഹമാസ് നേതൃത്വം ഈ കരാറിൻ്റെ ഭാഗമായി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഘട്ടങ്ങളായിരിക്കും നടക്കുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നാളെ മോചിപ്പിക്കപ്പെടുന്ന 3 ബന്ദികൾ സ്ത്രീകളായിരിക്കും.
അതോടൊപ്പം തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരായിരിക്കും, പിന്നെ പ്രായം 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. അതിൽ ഏതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക ഇതിനകം തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതൊക്കെ ബന്ദികൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തത, ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യത വരുത്താൻ തങ്ങൾക്ക് ചില പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് എന്ന കാര്യം കൂടിയാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഇസ്രായേൽ പ്രതിനിധികൾക്കും അത് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇത്തരം വാദങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് ഈ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാനുള്ള അവസാനഘട്ട നീക്കം കൂടിയാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത്. പക്ഷേ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ഈ മേൽനോട്ട സമിതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അത്തരം വാദങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ട്രംപ് 20-ന് അധികാരമേൽക്കുകയാണ്. ട്രംപിന്റെ ഉദ്യോഗസ്ഥരും നിരന്തരമായി തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഗസ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും, അതുമായി സഹകരിക്കണമെന്ന് കൂടിയാണ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കരാർ എന്നത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ട്രക്കുകൾ അതിർത്തി കേന്ദ്രീകരിച്ച് സജ്ജമായി നിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. കാരണം നിത്യം 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം ഈ കരാറിന്റെ ഭാഗമാണ്. കാരണം പിന്നിട്ട മാസങ്ങളായി തന്നെ പട്ടിണിയും വലിയ തോതിലുള്ള ദുരിതങ്ങളും പേറുന്ന ഗസയിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രക്കുകളിലൂടെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, അതോടൊപ്പം തന്നെ കുടിവെള്ളം എന്നിവ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ സഹായ വസ്തുക്കൾ നൽകുന്നതിന് പോലും എതിരാണ്. അത്തരം സഹായ വസ്തുക്കൾ ഈ ഘട്ടത്തിൽ കൈമാറിയാൽ അത് ഹമാസിനെ കൂടുതൽ ശക്തി സംഭരിക്കാൻ പ്രേരിപ്പിക്കുമെന്നൊരു വാദമുഖം കൂടി സ്മോട്രിക് എന്ന് ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അക്കാര്യം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ഉറപ്പുകൾ നെതന്യാഹു നൽകിയതിന്റെ പേരിൽ തൽക്കാലം മന്ത്രിസഭയിൽ നിന്ന് താൻ രാജിവെക്കുകയില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സ്മോട്രിക്, ധനമന്ത്രി കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ വിഭാഗത്തിന് ചുമതലയുള്ള ബെൻഗവിർ തന്റെ പാർട്ടി നാളെ രാവിലെ രാജി സമർപ്പിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ അല്പം മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദങ്ങളും ഈ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മറ്റൊരു സാധ്യത ഇസ്രായേലിന്റെ മുമ്പാകെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 15 മാസത്തിലേറെയായി തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ പരിഷ്കൃത സമൂഹം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിക്ക് കൂടിയായിരിക്കാം നാളെ നാളെയോടുകൂടി അവസാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു രാത്രി പുലരുന്നതിനെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടിയാണ് ഗസയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്? ദിവ്യ, നമുക്കറിയാൻ സാധിക്കും ഈ കരാർ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ഖാൻ യൂനിസിലും ദേറൽ ബലാഹിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ആയിരങ്ങളാണ് ഫലസ്തീൻ ജനത തെരുവിലിറങ്ങി തങ്ങളുടെ ആഹ്ലാദാരവം പ്രകടിപ്പിച്ചത്. ദൈവത്തിന് അവർ സ്തുതി പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് അവർ നന്ദി പ്രകാശിപ്പിച്ചു. കാരണം ഇത്രയും കൊടിലമായിട്ടുള്ള ഒരു ആക്രമണം, ഏതാണ്ട് 46,800-ലധികം പേർ കൊല്ലപ്പെട്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ, ആ വംശഹത്യക്കിടയിലും ഒരർത്ഥത്തിൽ പോലും ചിതറിപ്പോകാതെ തങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ ഇച്ഛാശക്തി ബലി കൊടുക്കാതെ ആ ജനത പിടിച്ചു നിൽക്കുകയായിരുന്നു. എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഈ വൻശക്തി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടന്ന ഈ വംശഹത്യക്കെതിരെ ഈ സാധാരണ ചെറിയ മനുഷ്യർ തദ്ദേശീയമായിട്ടുള്ള തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളിലൂടെ ഈ വൻശക്തികൾക്കെതിരെ പൊരുതുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നിട്ട് 15 മാസങ്ങളായിട്ട് ലോകം കണ്ടത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും തങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി തങ്ങളുടെ മണ്ണിൽ തന്നെ തങ്ങൾ നിലയുറപ്പിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ ഒരുക്കമല്ല. എന്ത് ബോംബുകൾ വർഷിച്ചാലും അതിനെതിരായി തന്നെ ഈ ജനത ഇവിടെ ഉണ്ടാകുമെന്ന ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് പിന്നിട്ട് 15 മാസങ്ങളായിട്ട് നമ്മൾ കണ്ടത്. ലോകത്തെ ഒരു ജനതയ്ക്കും ഈ അർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം കൂടിയാണ് ആ ജനത ഉറപ്പിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്നത് ഹമാസുമായിട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ കരാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ജനത തങ്ങളുടെ മണ്ണിൽ തന്നെ തങ്ങൾ ഉണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ പിന്നിട്ട മാസങ്ങളിൽ അനുഭവിച്ചിരിക്കുന്ന കൊടും ക്രൂരതകൾക്ക്, ദുരിതങ്ങൾക്ക് ഇതിനൊക്കെയും താൽക്കാലികമായി മാത്രമാണ് ഇപ്പോൾ അന്ത്യം വരാൻ പോകുന്നതെന്ന തിരിച്ചറിവും ആ ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദാരവങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. നാളെ വിട്ടയക്കുന്ന ഈ തടവുകാരുടെ കാര്യത്തിൽ അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ഗസയിൽ ഉടനീളം പുരോഗമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പലരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരെ പോലും നാളെ മുതൽ ഇസ്രായേൽ വിട്ടയക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെ അവരെ
സ്വീകരിക്കാൻ തങ്ങളുടെ പോരാളികൾക്ക് വലിയ വീരോചിതമായിട്ടുള്ള സ്വീകരണം ഒരുക്കാനുള്ള ഒരു നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി വൻശക്തി രാജ്യങ്ങളുടെയും അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള നടപടിക്രമങ്ങൾക്കും ഗസയിലെ ഈ ജനത ഇപ്പോൾ അതിനായിട്ടുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു വരികയാണ്. അതുകൊണ്ട് ലോകം എത്ര കണ്ട് തങ്ങൾക്കെതിരായി നിന്നാലും വീണ്ടും ഗസയെ തങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക മാത്രമല്ല, അതിനുള്ള പദ്ധതികളും പ്രായോഗികമായിട്ടുള്ള നടപടികളുമാണ് ഗസയിലെ ഈ സാധാരണ മനുഷ്യർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മേലൊക്കെ ഇപ്പോഴും ഈ അവസാന മണിക്കൂറിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മേലൊക്കെ ഒരു കരിനിഴൽ പടരുന്നുണ്ടോ ഇപ്പോൾ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട പല ഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് കരാർ രൂപപ്പെടുത്തിയാലും അതിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നെതന്യാഹു നടത്തും. കാരണം പ്രത്യേകിച്ച് ഈ 15 മാസം പിന്നിട്ട ഒരു ഘട്ടത്തിൽ ഈ യുദ്ധത്തിലൂടെ എന്ത് നേടിയെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ഇസ്രായേൽ ജനതയിലും ഇസ്രായേൽ പൊതുസമൂഹത്തിലും ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിലും വലിയ ആശങ്കകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും കാലം തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഹമാസിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കും, ഗസയിൽ പൂർണ്ണമായി തങ്ങളുടെ ആധിപത്യത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ഹമാസുമായി തന്നെ ഈ കരാർ രൂപപ്പെടുത്തേണ്ടി വരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ കരാർ നടപ്പാകുന്നതിനെ തങ്ങൾ എതിർക്കുന്നത്. കാരണം അതേസമയം ബന്ദികളുടെ ബന്ധുക്കൾ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ പോലും രംഗത്തുണ്ട്. കാരണം ഈ കരാർ നടപ്പാകാതെ ഈ ബന്ദികൾ ജീവനോടുകൂടി തിരിച്ചു കിട്ടില്ല എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ജനത ഇപ്പോൾ പോലും തെരുവിൽ ഈ കരാറിന് വേണ്ടി പൊരുതുന്നത്. അതുകൊണ്ട് ആ വിഭാഗീയത ഇസ്രായേലി സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിശ്ചിത താല്പര്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഇത്രയും മാസങ്ങൾ. കാരണം 2024 മെയ് മാസത്തിലാണ് ജോ ബൈഡൻ ഈ കരാർ മുന്നോട്ട് വെച്ചത്. ആ കരാർ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ 8 മാസത്തിനിപ്പുറം നടപ്പാക്കാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും എന്തൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ട്രംപ് ഭരണകൂടം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കരാറിന്റെ പ്രയോഗവൽക്കരണവും വിജയവും. ദിവ്യ.